ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റുവ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് മെയിൻ്റെനൻസും അപ്ഡേറ്റും ഉണ്ടായിരുന്നു. അപ്ഡേറ്റിന് ശേഷം ഇപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സും ഒക്കെയാണ് ഇന്നത്തെ പാക്കും അതേപോലെ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നേക്കെന്ന് നോക്കാം. ആദ്യം തന്നെ പുതിയ ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പ് 25 എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാമ്പയിൻ വന്നേക്കണത്. അതിൽ 10ാമത്തെ ദിവസം ഒരു 50 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ 2 വീക്ക് ഈ ക്യാമ്പയിൻ ആയിരിക്കും. പിന്നെ ഓരോ ദിവസം നമുക്ക് ഓരോ പ്ലെയറിനെ വെച്ചിട്ട് സൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഒളീസേനെ എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ബ്ലിറ്റ്സ് കേൾ ഒളീസയാണ് ഇന്നത്തെ ഫ്രീ ട്രയൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ പാക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ഡ്രോ. 30 പ്ലേസിൽ നമുക്കൊരു ഫ്രീ ഡ്രോ കിട്ടും. ഇന്നത്തെ പാക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ്. ഡേവിഡ് ബെക്കാം, കൊള്ളർ, പിന്നെ 2 ഷോർട്ട് ടൈം ആയിട്ട് എക്കിറ്റേറ്റയും പിന്നെ ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. പിന്നെ പെഡ്രോൻ്റെ ആണ് വന്നേക്കുന്നത്. ഇതിൽ ഡേവിഡ് ബെക്കാമും പെഡ്രോയും ക്രോസ് സ്പെഷ്യലിസ്റ്റും എക്കിറ്റേറ്റയും ജാൻ കോളറും ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഡേവിഡ് ബെക്കാമിൻ്റെ ഒരു യങ് കാർഡാണ് വന്നിരിക്കുന്നത്. 20 ഇയേഴ്സ് ഓൾഡ് മാത്രമുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് കോളറിൻ്റെ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ഹൈറ്റ് അറിയാലോ, 202 ഹൈറ്റിൽ ബുള്ളറ്റ് ഹെഡർ സ്കില്ലാണ് മെയിൻലി കൊടുത്തിരിക്കുന്നത്. എഡ്ജ് ക്രോസിങ്ങും വിഷണറി പാസും ആണ് ബെക്കാമിനുണ്ടെങ്കിൽ എഡ്ജ് ക്രോസിങ്ങും ആക്സലറേഷൻ ബേസ്റ്റും ആണ് പെഡ്രോയ്ക്ക്. പക്ഷേ മൊമെൻ്റം ട്രിപ്പിളിംഗ് മാത്രമേ എക്കിറ്റേറ്റയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ പാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 ഷോർട്ട് ടൈം പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് ഹാരിക്കെയിനും ഒബ്ലാക്കും സൈമൺസും. ഇതിൽ നിങ്ങൾ 900 കോയിൻ കൊടുത്താൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു ഷോർട്ട് ടൈമിനെ കിട്ടും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൻ്റെ പക്ഷേ അത് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ UCL പ്ലെയർ ഓഫ് വീക്കിൽ എംബാപ്പെ വന്നിട്ടുണ്ട്, ഗോൾ പോച്ചറാണ്. പിന്നെ ബറൂസിയ ഡോട്ട്മണ്ടിൻ്റെ സ്കോട്ടൽ ബെക്ക് വന്നിട്ടുണ്ട്, ബിൽഡപ്പ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. വിറ്റീനേൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ബോക്സ് ടു ബോക്സ് ആണ്. സാധാരണ ഓർക്കസ്ട്രേറ്ററാണ് വിറ്റീനേൻ്റെ, പക്ഷേ ബോക്സ് ടു ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ്. ഇനി നമ്മൾ പ്ലെയർ ഓഫ് വീക്ക് നോക്കുമ്പോൾ അതിൽ ഇസാക്കിൻ്റെ ഒരു പ്ലെയർ ഓഫ് വീക്ക് കാർഡ് വന്നിട്ടുണ്ട്, ഗോൾ പോച്ചറാണ്. പിന്നെ ഡാനിയൽ മോൾഡീസ്, പിന്നെ നെയ്മറിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ബോൾ കൺട്രോളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. പിന്നെ വേറെ ആരും പുതിയ കാർഡ്സൊന്നും വന്നിട്ടില്ല. പിന്നെ അതാണ് ഇന്നത്തെ പാക്ക്. പിന്നെ ഇത് വന്നിട്ടുണ്ട്, ഒരു ക്ലബിൻ്റെ ഒരു ബേസിൽ CR ഫ്ലമിംഗോൻ്റെ കാർഡ്സ് നമുക്ക് ഫ്രീ ട്രയൽ എടുക്കാം. ഫ്രീ ട്രയൽ ഉണ്ട്. പിന്നെ ഇതാണ് ഇപ്രാവശ്യത്തെ ഡെയിലി ഗെയിം ഈ ഫുട്ബോൾ ലീഗിൻ്റെ ഫേസ് റിവാർഡായിട്ട് കിട്ടുന്നത്. ടൊണാലിൻ്റെ ഒരു ബോക്സ് ടു ബോക്സ് കാർഡാണ് വന്നിരിക്കുന്നത്, ഡബിൾ ടച്ച്, അത്യാവശ്യം നല്ല സ്കില്ലും ഉണ്ട്. ഫിനോമിനൽ പാസ്സാണ് മെയിൻ സ്കില്ലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പുതിയ നോമിനേറ്റ് കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. അതിൽ റാമോസും അത്യാവശ്യം പ്ലേയേഴ്സൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഹാരി മഗ്വയറിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അത് നോമിനേറ്റ് കോൺട്രാക്റ്റ്. പിന്നെ വേറെ നോമിനേറ്റിംഗ് കോൺട്രാക്ട്സിലൊന്നും വേറെ ചേഞ്ചസ് വന്നിട്ടില്ല. പക്ഷേ ഡെയിലി ഗെയിമിൽ പുതിയ പ്ലേയേഴ്സ് ആഡ് ആക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഡോയോൻ്റെ ഒരു റോമിംഗ് ഫ്ലാങ്ക് ആണ് പ്ലെയിങ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ബട്ട് ബ്ലിറ്റ്സ് കേൾ ആണ്, അത് നിങ്ങൾ നോക്കണം. ബ്ലിറ്റ്സ് കേൾ ഡോയോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ലോങ് റേഞ്ച് കേളിങ് എല്ലാം ഉണ്ട്. ബട്ട് ഇത് നോക്കുക, ഇവർ ഒരു 29 കാർഡായ ഒക്കസാക്കി എന്ന് പറഞ്ഞൊരു പ്ലെയറിനെയാണ് എപ്പിക്കായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല ലോങ് റേഞ്ച് ടാക്കിളും സ്ലൈഡിങ് ടാക്കിളുമാണ് ഒരു SS പ്ലെയറിനായിട്ട് മെയിൻ സ്കില്ല് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇത് പാക്സിലൊക്കെ ഇന്ന് വന്ന്. പിന്നെ നമ്മൾ മാനേജേഴ്സിൻ്റെ സെക്ഷൻ പോകുമ്പോൾ റൊണാൾഡോ കുമ്മൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, മാനേജർ പാക്ക് വന്നിട്ടുണ്ട്. അതിൽ പൊസിഷൻ ഗെയിമാണ് മെയിൻ. പൊസിഷൻ ഗെയിം 89, ക്വിക്ക് കൗണ്ടർ 88 ഉള്ളൂ. പിന്നെ ലിങ്കപ്പ് എന്ന് പറയുന്നത് RMF LMFും പിന്നെ ഒരു CFും, ലൈക്ക് ക്രോസ് സ്പാം ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ലിങ്കപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ പാക്സിലൊന്നും വേറെ ചേഞ്ചസ് വന്നിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇന്നത്തെ ഇവൻറ്റ്സ് പുതിയ എന്തൊക്കെ ഇവൻറ്റ്സ് വന്നിട്ടുണ്ടോ നോക്കുകയാണെങ്കിൽ ഈ ഇവൻറ്റ്സിലൊരു ടൂർണമെൻറ്റിലുണ്ട്, ടീം ഷോട്ട് ഇവൻ്റ് എന്ന് പറഞ്ഞ റാൻഡം ബൂസ്റ്ററാണ്. പിന്നെ ഇത് നമുക്കൊരു 50 കോയിൻസ് കിട്ടുന്നൊരു ഇവൻ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് UCL ഒരു ഫ്രീ ട്രൈ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഫ്ലെമിംഗോ ക്ലബിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ട്രൈ നമുക്ക് കിട്ടും. പിന്നെ അതൊക്കെയാണ് ഇന്ന് മെയിൻ ഒരു ഫ്രീ ട്രൈ ഉള്ളത്.
ഇന്ന് ഒരു ഫ്രീ ട്രൈ ഉള്ളൂ എന്ന് തോന്നുന്നു യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ്. പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയറിലെ ഒരു നോർമലുള്ള 50 കോയിൻ ഇവൻ്റാണ്. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ മൈ ടീമിൽ അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കളിക്കുന്ന മാച്ചസ് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഒന്നും എല്ലാം 0 ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിവിഷൻ 4 മേലുള്ളതാണ് അനലറ്റിക്സിൽ കാണിക്കുക. നിങ്ങളുടെ ഷൂട്ടിങ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലോ ത്രൂ ബോൾ എങ്ങനത്തെയാണ്, ലോഫ്റ്റഡ് പാസ് ആണോ, ലോ പാസ് ആണോ, അതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവരിപ്പോൾ പറയുന്നത് ഫ്യൂച്ചർ യൂസേജ് സ്റ്റേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ നോക്കുക, സ്മാർട്ട് അസിസ്റ്റ് ഇപ്പോൾ ഡിവിഷൻ 1 വരെ 27% സ്മാർട്ട് അസിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ സ്മാർട്ട് അസിസ്റ്റ് യൂസേഴ്സിന് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലർ കളിച്ച് സ്മാർട്ട് അസിസ്റ്റ് ഇട്ടിട്ടാണ് മെയിൻലി ഏറ്റവും കുറേ യൂസേഴ്സ് നമുക്ക് ഒപ്പോണൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവൻറ്റ്സ്. ഡെയിലി ഗെയിമിൽ നമ്മൾ പുതിയ പ്ലേയേഴ്സ് കുറച്ചും കൂടെ നല്ല എപ്പിക്സ് ആഡ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ ആയിട്ടില്ല. പക്ഷേ അതിൽ ഡോവിൻ്റെ കാർഡ് അടിപൊളിയാണ്. കാര്യം റോമിംഗ് ഫ്ലാങ്ക് പ്ലേയിങ് സ്റ്റൈല് ബ്ലിറ്റ്സ് കളറാണ് മെയിൻ സ്കില്ലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു അടിപൊളി കാർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഈ ഫുട്ബോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.